വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ചാലഞ്ച് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നെല്ലിക്ക ജ്യൂസാണ്. ഒരെണ്ണം കൂടുതലും ഒരെണ്ണം കുറവുമാണ്. നമുക്കത് കല്ലോ ഗ്രീൻ. A few minutes later. അപ്പം ഗേസ് നമ്മുടെ ഉമ്മയെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തോ ഉള്ളതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കട്ടെ അമ്മേ. കളർ സെലക്ട് ചെയ്തോ? നമുക്ക് ഇവിടെ വെച്ചാണ് തുറന്നു നോക്കാം. എന്തുമായിരിക്കും? അയ്യോ കഞ്ഞിവെള്ളം തോന്നുന്നു. എനിക്ക് തോന്നുന്നത് മാങ്ങാ ജ്യൂസാണ്. മാങ്ങാ ജ്യൂസാണ്. അല്ല അല്ല, പുളിയുള്ള സാധനം. നെല്ലിക്കയാണോ? ആ, നെല്ലിക്കയാണ്. നെല്ലിക്കയുടെ രസം. നല്ല പുളിയുണ്ട് ഗൈസ്. എന്തായാലും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഇത് നെല്ലിക്കയാണ്. നമുക്ക് അറ്റുതാക്കാണ് കുടിച്ച് കഴിയുമ്പോഴാണ് കുഴപ്പം. പക്ഷെ ഇത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നിങ്ങൾ നോക്കിയോ ഗൈസ്, ഒറ്റ വലിക്ക് ഞാൻ കുടിക്കാൻ പോവാം. നല്ല ഉപ്പുണ്ട്. പറയാൻ പറ്റില്ല, പറ്റത്തോളൂ. ഉപ്പുണ്ട് ഗൈസ്. നാക്കിൽ നല്ല മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കൊള്ളാം. നാളെ ആരോഗ്യം കിട്ടും എനിക്ക്. സ്ട്രെങ്ത്. നല്ല മധുരം നാക്കിലെ നല്ല മധുരം. പക്ഷെ ഭയങ്കര പുളി. നെല്ലിക്ക ജ്യൂസ് ആണ് കേട്ടോ. ഇപ്പൊ മനസ്സിലായി. നല്ല പുളിയുണ്ട്. എന്നാ നാട്ടില് നല്ലൊരു മധുരവും ഫീൽ ചെയ്യണം. എനിക്ക് A few moments later. അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് ഒരു വലിയ കഷ്ണവും ഒരു ചെറിയ കഷ്ണം ഒളിപ്പിക്കാം. വീണ്ടും ഉമ്മ എന്തോ ഒരു ഐറ്റം രജിസ്റ്ററുണ്ട്. എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം തുറന്നു നോക്കാം. കളർ സെലക്ട് ചെയ്യട്ടെ. ഫസ്റ്റ് നമുക്ക് ഒരുമിച്ച് നോക്കിയാലോ? 1 2 3 സ്റ്റാർട്ട്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേസ് ബ്രെഡ്. ബ്രെഡ് ടോസ്റ്റ് ചെയ്താണ് ബട്ടറൊക്കെ ഇട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പകുതി നിങ്ങൾക്ക് ഫുള്ള് തരാം. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കിട്ടുന്നെങ്കിലും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ കഴിയും. പക്ഷേ അതുകൊണ്ടാണ് പോലെ ഞാൻ ബ്രെഡ് കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു വേഗം ബർഗറൊക്കെയാണ്. പക്ഷെ നമുക്ക് ബ്രെഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിത് ഇഷ്ടമല്ല. ഈ സാധനം ഞാൻ കഴിക്കാറില്ല. മുഴുവൻ കഴിച്ചേ പറ്റൂ. വെള്ളം കുടിക്കാൻ പറ്റില്ല. ചവയ്ക്കാൻ നോക്കുന്നില്ല. പല്ല് കൊണ്ട് ചായക്കണം. വേറെ ടഫ് ഇറങ്ങുന്നില്ല. ഗൈസ്, നമ്മളെ സബ്സ്ക്രൈബർ തോണ്ടിരിക്കുന്നത് നമ്മളെ വീഡിയോസ് ഒക്കെ കാണുവാണ്. അല്ലാ, ഇറങ്ങുന്നില്ല. നല്ല പൂച്ച ഡ്രൈ ആയി പോയി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം ഗൈസ്. മൊത്തം കഴിക്കണം. കഴിച്ചിട്ട് തന്നെ പോവാം. മിഠായി ഒന്ന് സേവ് ചെയ്യണം. I am unlucky and lucky. Both of two. ചൂടോടെ കഴിക്കാൻ സൂപ്പറാണ്. ബട്ടറൊക്കെ ഇട്ട് ചൂടോടെ കഴിക്കാം. ഡ്രൈ ആയിപ്പോയി. ഞങ്ങൾ ഒത്തിരി മുമ്പ് എടുക്കാതിരുന്ന ചലഞ്ച് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി നേരം മുമ്പ് ചെയ്ത് വെച്ചു ഞാനിതെല്ലാം. അതൊന്നും പറ്റത്തില്ല.
ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിലോട്ട് പോകാം. A few moments later. ഉമ്മ എന്തോ വെച്ചിട്ടുണ്ട് വീണ്ടും. നമ്മൾ ഇപ്പൊ മൂന്നാമത്തെ റൗണ്ടാണ്. മൊത്തത്തിൽ നമ്മൾ 4 റൗണ്ടാണ്. ഇപ്പൊ ഇത് മൂന്നാമത്തെ റൗണ്ടാണ്. അപ്പൊ 2 റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് കിട്ടിയത് ലാർജ് ആണ്. സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് കിട്ടിയ ലാർജ് ആണ്. ഐ ആം ലക്കി ഗീസ്. പക്ഷേ രണ്ടാമത്തെ റൗണ്ടിൽ എനിക്ക് കിട്ടിയ ബ്രെഡ് കുറച്ച് ഡ്രൈ ആയിരുന്നു. പക്ഷെ ആഷിക്ക് 2 റൗണ്ടിലും അവന് ലക്കി ആയിരുന്നു. പക്ഷെ എനിക്ക് എന്തോ നെല്ലിക്ക ജ്യൂസ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനാണ് ലക്കി എന്ന്. ഫസ്റ്റ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് ഇത്തിരി ഡ്രൈ ബ്രെഡായി കിട്ടിയത്. അതുകൊണ്ട് പക്ഷെ ബ്രെഡ് നല്ലതാണ്. എന്നാലും എന്തായാലും ഇതെന്താ നോക്കാം. ഇതിൽ ആർക്കാണ് ലക്കി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം. മാങ്ങ എന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഒരുമിച്ച് കഴിക്കാവേ. എനിക്കെന്ത് വലിയ മാങ്ങ. ഈ റൗണ്ട് ഞാനാണ് കേസ് ലക്കി. നമുക്ക് നോക്കാം ആരാ വളരെയധികം മധുരമുള്ള മാങ്ങ. ഇതെന്റെ ഉമ്മച്ചാമ്മയുടെ വീട്ടിൽ പിടിച്ച മാങ്ങയാണ്. കടയിൽ നിന്ന് വാങ്ങിയതല്ല. നമുക്ക് തിന്നണ്ട ഇങ്ങത്താ ഞങ്ങളുടെ കളയാ. റെഡിയാണ് ഗേസ്. 4ാമത്തെ റൗണ്ട് ആണ് ഗേസ്. ഫൈനൽ റൗണ്ട് ആണ് ഗേസ്. നിങ്ങൾക്ക് ഇതിൽ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരാന്നൊന്ന് കമന്റ് ചെയ്യണേ. എന്നെയാണോ അതോ ഏത് റൗണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മാങ്ങ വെച്ച റൗണ്ടാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നെല്ലിക്കയുടെ റൗണ്ടാണോ ഇഷ്ടപ്പെട്ട, അതോ വേറെന്താ ബ്രെഡിന്റെ റൗണ്ടാണോ ഇഷ്ടപ്പെട്ടത്, ഇപ്പൊ വരാൻ പോകുന്ന റൗണ്ടാണോ ഇഷ്ടപ്പെട്ടത്? നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇതിനകത്ത് ലക്കി അടിക്കാൻ എനിക്ക് മുട്ട തന്ന സാധനം ഇഷ്ടമല്ല. എന്തായാലും ഇത്രയല്ലേ കഴിക്കാൻ മുട്ട എന്ന് പറഞ്ഞാൽ ജീവനൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കുരുമുളക് ഇട്ട മുട്ട. ഞാനത് തന്നെയല്ലേ ഇരുന്ന. ഈ ചെറുക്കൻ മുട്ട പ്രാന്തനാണ് ഗീസ്. ഈ ചെറുക്കൻ മുട്ട ഇഷ്ടം. എനിക്ക് മുട്ട ഇഷ്ടമല്ല അധികം. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഉള്ളിയൊക്കെ ഇട്ടാൽ പിന്നെ ഒന്നുമില്ല, കുരുമുളക് ഉപ്പ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല മുട്ട തിന്നാത്ത മുഖത്ത് കുരുവരുമെന്നും പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് പറയാനൊക്കെ. ഒന്നും പറഞ്ഞ് കുരു ഇല്ലെന്നൊന്നും പറയുന്നത്. കുരു ഒക്കെ ഉണ്ട്. പിന്നെ മുട്ട തിന്ന മുട്ട ഒന്നും വലിയ കുരു വരും നെറ്റിയിലും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എനിക്ക് കമന്റ് ചെയ്യണേ. പിന്നെ ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് ലാർജ് കിട്ടി, ആഷിക്കിന് സ്മാൾ കിട്ടി. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അതിനകത്ത് ലക്കിയാണ്. പക്ഷെ ആഷിക്കാണ് സത്യത്തിൽ പറഞ്ഞാൽ ആ റൗണ്ടിൽ ജയിച്ചത്. കാരണം അവനെല്ലാം സ്മാൾ കിട്ടി, വിയോഡ് ആയിട്ടുള്ള സാധനം. സെക്കൻഡ് റൗണ്ടിൽ ബ്രെഡ് കിട്ടി എനിക്കാണ്. അപ്പൊ എനിക്ക് 1 പോയിന്റ്, ഇവനൊരു 1 പോയിന്റ്. പിന്നെ മൂന്നാമത്തെ റൗണ്ടിൽ എനിക്കാണ് വലിയ പീസ് വാങ്ങിട്ട് 2. അപ്പൊ തേർഡ് റൗണ്ടിൽ അവൻ. രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് 3 റൗണ്ടിൽ സത്യം പറഞ്ഞാൽ, ഞാൻ 4 റൗണ്ടിൽ സത്യം പറഞ്ഞാൽ ലക്കിയാണ്. പക്ഷെ ഈ മുട്ട ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ. നമ്മുടെ കുട്ടിയും പോവുകയാണ് വീട്ടിലേക്ക്. ബൈ ഡി ഡി ബൈ. മറ്റേതായി